അപ്പോൾ നമ്മൾ നെയിമിംഗ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് കിടക്കുകയാണ്. സോ നെയിമിംഗ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് നോക്കിക്കൊള്ളണം. ഈ പറയുന്നത് ഈ ഒരു ഏരിയ, ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഈ ഏരിയയിൽ പറയുന്ന എത്രയേ ഉള്ളൂ, ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ, അതായത് ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ. ഇതാണ് ബ്രാഞ്ചഡ് ആയിട്ടുള്ള നമ്മളെ ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം, ഏത് രീതിക്കാണ് നമ്മളിവിടെ പേര് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഹൈഡ്രോ കാർബൺ നമുക്കൊന്നെടുത്ത് എഴുതാം. ഓക്കെ, ഹൈഡ്രോ കാർബൺ ഇതാണ് നമ്മുടെ കിടക്കുന്ന ഹൈഡ്രോ കാർബൺ. CH3 CH2 CH2 CH3. ഇവിടെ ഒരു ബ്രാഞ്ചാണ് വന്നേക്കുന്നത് CH3. ഇതാണ് നമ്മുടെ ഹൈഡ്രോ കാർബൺ. സോ പേര് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ പേര് കൊടുക്കുന്ന, ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, ഹൈഫൺ, നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് എന്നാണ് പേര് കൊടുക്കുന്ന ആ ഓർഡർ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഓർഡർ പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഓർഡറിൽ വന്നോളും. നിങ്ങൾ ഈ ബോക്സ് ആയതുകൊണ്ട് കിടന്ന് ഈ ബോക്സ് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓർഡർ കറക്റ്റ് വന്നോളും. നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. സോ കാരണം ഈ സഫിക്സ് എന്നും ഹൈഫൺ എന്നും വേർഡ് റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ കുറച്ച് പാടായിരിക്കും, എല്ലാവർക്കും കുറച്ച് എളുപ്പമായിരിക്കത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ബോക്സ് തൽക്കാലം മൈൻഡ് ചെയ്യണ്ട. അപ്പം നമുക്ക് ഇത്ര നോക്കി വെച്ചു. ഒരു ചെയിന് പേര് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് റൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാഞ്ചഡ് ചെയിനാണ്. ബ്രാഞ്ചഡ് അല്ലാത്തൊരു ചെയിന് പേര് കൊടുക്കുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ചെയിന് പേര് കൊടുക്കുന്ന സമയത്ത് ആദ്യം അതിലെ ഏറ്റവും വലിയ ചെയിൻ എന്ന് കണ്ടുപിടിക്കണം. സോ ഈ പറയുന്ന നമ്മൾ ഈ ചെയിനിൽ, ഈ കിടക്കുന്ന ഈ ചെയിനിൽ ഏറ്റവും വലിയ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കിക്കൊള്ളണം. ഇത്ര മാത്രം ആലോചിക്കുക. സിംപിളി ഇവിടെ CH3 CH2 എഴുതി വന്നില്ലേടേ. ഒരു സെക്കൻഡേ ഇവിടെ ഒരു CH2 ഉണ്ട്. ഓക്കെ, CH3 CH2 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 ഏതാണെന്ന് ഇവിടെ ഒരു C ഉണ്ട്. മാഞ്ഞു പോയത്, നേരത്തെ നമ്മൾ എഴുതിയപ്പോൾ മാഞ്ഞു പോയതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മളെ കോമ്പൗണ്ട്. അപ്പോൾ ഇത് CH3 ആണ് കേട്ടോ, CH3 ആണ്. ഓക്കെ, പേര് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാർബൺ ആറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഇത് വേണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ. സോ വലിയ ചെയിൻ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് രീതിക്ക് ചെയിൻ നമുക്ക് എടുക്കാം. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഈ ചെയിന ഇങ്ങനെ ഒരു ചെയിനായിട്ട് എടുത്തൂടെ. ഞാൻ ഇങ്ങനെ ഇതിനൊരു ചെയിനായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്ന ഇവിടെ ഒരു കാർബൺ ആറ്റമുണ്ട്, ഇവിടെ 2 കാർബൺ ആറ്റമുണ്ട്, ഇവിടെ 3 കാർബൺ ആറ്റമുണ്ട്, 4 കാർബൺ ആറ്റമുണ്ട്, 5 കാർബൺ ആറ്റമുണ്ട്. സോ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഈ ചെയിൻ്റെ അകത്ത്, ഞാൻ മെയിൻ ചെയിനായിട്ട് സ്ട്രെയിറ്റ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് 1 2 3 4 5 കാർബൺ ആറ്റമുണ്ട്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് എടുത്തു നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് മെയിൻ ചെയിനായിട്ട് ഇങ്ങനെ എടുത്തുകൂടെ. അതായത് എനിക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ എനിക്കിതാ ഇതൊരു ചെയിനായിട്ട് എടുക്കാമല്ലോ, ഇങ്ങനെ. അപ്പോൾ ഇത് മെയിൻ ചെയിനും ആവും, ഇത് ബ്രാഞ്ചും ആവും അല്ലേ. നമ്മൾ പറയുന്നത് വെച്ചാൽ മെയിൻ ചെയിനിൽ വന്ന് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ആളിനെയാണ് നമ്മൾ ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മെയിൻ ചെയിനും ആവും, ഇത് ബ്രാഞ്ചും ആവും. ഇനി കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം നമുക്ക് എണ്ണി നോക്കാം. സോ ഇവിടെ ഒരു കാർബൺ ആറ്റം, 2 3 4 5, ഇവിടെ 5 എണ്ണം തന്നെയാണ്. കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിന് വ്യത്യാസമൊന്നുമില്ല, ഇവിടെ 5 തന്നെയാണ്. സോ ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ചെയിൻ എടുത്തുകൂടെ, ഇങ്ങനെ എടുത്തുകൂടെ. ഇങ്ങനെ ഒരു ചെയിനായിട്ട് എടുക്കുമ്പോൾ ഇത് ബ്രാഞ്ചായിട്ട് മാറും. ഈ കിടക്കുന്ന ആൾ, ഇതൊരു ബ്രാഞ്ചായിട്ട് മാറും ഇല്ലേ. ഇത് മെയിൻ ചെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതെന്തായിട്ട് മാറും, ബ്രാഞ്ചായിട്ട് മാറും. സോ വേണമെങ്കിൽ എനിക്ക് അങ്ങനെയും ചെയിൻ എടുക്കാം. എപ്പോഴും എടുക്കേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാർബൺ ആറ്റത്തിൻ്റെ ചെയിനെ വേണം മെയിൻ ചെയിനായിട്ട് എടുക്കാൻ. സോ ഞാൻ പറഞ്ഞു, നമ്മളിതാ ഇങ്ങനെ എടുത്തപ്പോഴും 5 കാർബൺ വന്നു,
ഇങ്ങനെ എടുത്തപ്പോഴും 5 കാർബൺ വന്നു. എപ്പോഴും സ്ട്രെയിറ്റ് എടുക്കുന്ന സമയത്ത് കൂടുതൽ കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ അത് തന്നെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. സോ നമുക്ക് മെയിൻ ചെയിൻ ആയിട്ട് ഇതിനെ എടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഓക്കെ, ഫസ്റ്റ് നമ്മളെ ജോലി മെയിൻ ചെയിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മെയിൻ ചെയിനെ കണ്ടുപിടിച്ചു. CH3 CH2 CH2 CH CH3 എന്ന് പറയുന്ന ഈ ഒരു ചെയിനാണ് നമ്മുടെ മെയിൻ ചെയിൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് പരിപാടി കഴിഞ്ഞു, മെയിൻ ചെയിൻ കണ്ടെത്തി നമ്മൾ, അല്ലേ? ഓക്കെ, മെയിൻ ചെയിൻ നമ്മൾ കണ്ടെത്തി. സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ച് ഉണ്ടല്ലോടാ, ഇതല്ലേടാ നമ്മുടെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ വരുന്ന രീതിക്ക് കാർബൺ ആറ്റത്തിന് പേര് കൊടുക്കണം, അല്ലെങ്കിൽ ശാഖയ്ക്ക് ചെറിയ നമ്പർ വരുന്ന രീതിക്ക് കാർബൺ ആറ്റത്തിന് പേര് കൊടുക്കണം. അതായത് എനിക്ക് 2 രീതിക്ക് കാർബൺ ആറ്റത്തിന് പേര് കൊടുക്കാം. ഇതാണ് ഞാൻ എടുത്ത മെയിൻ ചെയിൻ, ഈ നീണ്ടു കിടക്കുന്ന ഈ ചെയിൻ. എനിക്ക് വേണമെങ്കിൽ ഇത് 1 2 3 4 5 എന്നെടുക്കാം. വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പേര് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പേര് കൊടുത്തൂടെ, 1 2 3 4 5 2 സൈഡിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഞാൻ ഏത് സൈഡിൽ നിന്ന് പേര് കൊടുക്കുമ്പോഴാണ് ബ്രാഞ്ചിന് ചെറിയ നമ്പർ വരുന്നത്? ഞാൻ ഈ സൈഡിൽ നിന്ന് പേര് കൊടുത്ത് പോയപ്പോൾ 1 2 3 4 നാലാമത്തെ കാർബൺ ആറ്റത്തിലാണ് ശാഖ കിടക്കുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ നിന്ന് പേര് കൊടുത്ത് പോയപ്പോൾ 1 2 3 4 ഇവിടെ നിന്ന് ഇങ്ങോട്ട് പേര് കൊടുത്ത് പോയപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ശാഖ കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു റൂൾ ഇതാണ്, ഏറ്റവും നമ്മൾ ചെയിന് അല്ലെങ്കിൽ ശാഖ വരുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ നമ്പർ വരണം. സോ എവിടെ നിന്ന് വരുമ്പോഴായിരിക്കും ചെറിയ നമ്പർ വരുന്ന? ഇവിടെ നിന്ന് പേര് കൊടുക്കുമ്പോഴല്ലേ ചെറിയ നമ്പർ വരുന്ന? ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാലാമത്തെ കാർബൺ ആറ്റത്തിലാണ് ചെയിൻ, പക്ഷേ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ചെയിൻ. അപ്പോൾ എവിടെ നിന്ന് പേര് കൊടുക്കാവൂ? ഈ സൈഡിൽ നിന്ന് വേണം പേര് കൊടുക്കാൻ. സോ ഇതാണ് രണ്ടാമത്തെ റൂൾ. സോ 2 റൂളായി. ഒന്ന് നമ്മൾ മെയിൻ ചെയിൻ ഏതെന്ന് കണ്ടുപിടിച്ചു, ദെൻ എന്ത് ചെയ്തടാ? ഫസ്റ്റ് നമ്മൾ മെയിൻ ചെയിൻ ഏതെന്ന് കണ്ടുപിടിച്ചു. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്തു? ചെയിന് പേര് കൊടുക്കുന്ന രീതി നോക്കി. സോ നമ്മൾ കണ്ടുപിടിച്ചു ഇവിടെ നിന്നാണ് പേര് കൊടുക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചു. സംശയം ഉണ്ടാ? ഓക്കെ, ഇനി അടുത്ത പരിപാടി, ആദ്യം പേര് കൊടുക്കുന്ന സമയത്ത് ചെയിനായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ശാഖയായിട്ട് കിടക്കുന്ന ആൾ ഏതാണെന്ന് നോക്കണം. ശാഖയായിട്ട് കിടക്കുന്ന ആൾ ആരാണെന്ന് നോക്കണം. ഇവിടെ CH3 ആണ് ശാഖയായിട്ട് കിടക്കുന്നത്, അല്ലേ? CH3 അല്ലേ ശാഖയായിട്ട് കിടക്കുന്ന? നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ശാഖയായിട്ട് CH3 വന്നു കഴിഞ്ഞാൽ അടക്കുന്നു. ശാഖയായിട്ട് CH3 വന്നു കഴിഞ്ഞാൽ എന്തിന് തുടങ്ങണം? മീഥൈൽ എന്ന് വേണം പേര് കൊടുത്ത് തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ ശാഖയായിട്ട് CH3 ആണ് വരുന്നതെങ്കിൽ പേര് തുടങ്ങുമ്പോൾ എന്ത് തുടങ്ങണം? മീഥൈൽ എന്ന് വേണം തുടങ്ങാൻ. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പേര് കിടക്കുന്ന എന്തായിട്ടാണ്ടാ? CH3 കിടക്കുന്ന ശാഖയായിട്ട് കിടക്കുന്ന CH3 അല്ലേ? അപ്പോൾ പേര് എന്ത് തുടങ്ങണം? മീഥൈൽ എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് മീഥൈൽ എന്ന് എഴുതി. ഓക്കെ, നമ്മൾ ശാഖ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് ഓടണം. ഈ മീഥൈൽ എന്ന് പറയുന്ന CH3 ഉണ്ടല്ലോ, അവൻ എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് കിടക്കുന്നതെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ മീഥൈൽ കിടക്കുന്ന രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ അല്ലേ കിടക്കുന്ന? സോ 2 മീഥൈൽ എന്ന് വേണം തുടങ്ങാൻ. ഇപ്പോൾ നമ്മൾ സംഖ്യകൾ ഇടുന്ന സമയത്ത് 1 2 3 എന്നുള്ള സംഖ്യകൾ എടുക്കുന്ന സമയത്ത് നമ്മളിതാ ഒരു ഹൈഫൺ ഇട്ട് വേണം മീഥൈൽ എന്ന് എഴുതാൻ. സോ 2 മീഥൈൽ എന്ന് തുടങ്ങും. ഇനി എന്താണ്ടാ? ഇനി മെയിൻ ചെയിൻ നമുക്ക് പേര് കൊടുക്കാം. 1 2 3 4 5 5 ഉണ്ടെങ്കിൽ നമ്മൾ 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പേര് കൊടുക്കുന്ന പറഞ്ഞു. പെൻറ്റ് വെച്ച് വേണം തുടങ്ങാൻ. ഇനി എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ A എന്ന് വെച്ച് അവസാനിക്കും. സോ നമ്മളിപ്പോൾ ഈ വരച്ച കോമ്പൗണ്ടിൻ്റെ പേര് 2 മീഥൈൽ പെൻറ്റേൻ എന്നാണ്. ഓക്കെ, ക്ലിയർ ആണേ? പേര് അത് തന്നെയാണ് അവിടെ കിടക്കുന്ന 2 മീഥൈൽ പെൻറ്റേൻ. ഓക്കെ, ഐഡിയ കിട്ടി. അപ്പോൾ സ്റ്റെപ്പുകളായിട്ട് ഒന്നുകൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വരാം. ആ പേര് കൊടുക്കുന്ന ഒരു രീതി കറക്റ്റ് നമുക്ക് കൈ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കി ഈസി ആയിട്ട് പോകത്തുള്ളൂ. സോ ഒന്നുകൂടെ ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓടിച്ച് കാര്യങ്ങൾ പറയാം. കോമ്പൗണ്ട് ഇതായിരുന്നു നമ്മുടെ കോമ്പൗണ്ട്. ഇതായിരുന്നു നമ്മുടെ കോമ്പൗണ്ട്. CH3 CH2 CH2 CH3 ആയിരുന്നു നമ്മുടെ കോമ്പൗണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ബ്രാഞ്ചായിട്ട് കിടക്കുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കൊടുക്കണം. അത് ബ്രാഞ്ചായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ശാഖയായിട്ട് കിടക്കുന്ന ഏത് കാർബൺ ആറ്റത്തിലാണോ ശാഖ കിടക്കുന്ന ആ കാർബൺ ആറ്റത്തിന് ചെറിയ പേര് കൊടുക്കണമെന്ന് പറഞ്ഞു.
ഓക്കെ, ഇനി ഒരു കേസ് ആലോചിക്കുക. യെസ്, ഇനി നമുക്കറിയാം ഈ സൈഡിന് ഇവിടെ നിന്ന് അങ്ങോട്ടും നമുക്ക് പേര് കൊടുക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ടും പേര് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്, എവിടെ നിന്ന് വേണോ പേര് കൊടുക്കാം. പക്ഷേ റൂൾ ഇത്രയേ ഉള്ളൂ, പേര് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെയിൻ കിടക്കുന്ന അല്ലെങ്കിൽ ശാഖ കിടക്കുന്ന അല്ലെങ്കിൽ ബ്രാഞ്ച് കിടക്കുന്ന ആ ഒരു കാർണാറ്റത്തിൻ്റെ നമ്പർ ചെറുതായിരിക്കണം. ഇത് മാത്രം നമുക്ക് നിയമമായിട്ട് അവിടെ ഉള്ളൂ. അപ്പോൾ പേര് കൊടുക്കുന്ന സമയത്താ പേര് കൊടുക്കാൻ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. 1 2 3 4 5 എന്ന് കൊടുക്കാം. വേണമെങ്കിൽ അവിടെ നിന്ന് തിരിച്ചും കൊടുക്കാം. 1 2 3 4 5. അപ്പോൾ നോക്കിയോളണം, എവിടെ നിന്ന് പേര് കൊടുക്കുമ്പോഴാണ് കാർബണാറ്റത്തിൻ്റെ നമ്പർ ചെറുത് വരുന്ന, ശാഖ വരുന്ന കാർബണാറ്റത്തിൻ്റെ നമ്പർ ചെറുത് വരുന്നതെന്ന് നോക്കണം. സോ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കൊടുക്കുമ്പോഴാണ്, നമ്മൾ നേരത്തെ എഴുതിയ കണക്കാണല്ലോ, അല്ലെങ്കിൽ എഴുതിയൊരു പ്രോബ്ലം ആണല്ലോ. സോ ഇത് നമുക്കറിയാം, നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പോഴാണ് ആ കാർബണാറ്റത്തിന് ചെറിയ നമ്പർ വരുന്നത്. സോ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഇത് 1, ഇത് 1, ഇത് 2, ഇത് 3 4 5 അല്ലേ? ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ ചെറുത് വരുന്ന. സോ എത്രാമത്തേലാണ് ശാഖ കിടക്കുന്നത്? രണ്ടാമത്തേലാണ് ശാഖ കിടക്കുന്നത്. സോ 2. ഇനി ഏത് ശാഖയാണ് കിടക്കുന്നത്? നമുക്കറിയാം CH3 ആണ് കിടക്കുന്നതെങ്കിൽ മീതൈൽ. CH3 ആണെങ്കിൽ മീതൈൽ, CH2 CH3 ആണെങ്കിൽ ഈതൈൽ. നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയായിരുന്നു. ഇവിടെ CH3 ആണ് കിടക്കുന്നത്. സോ പേര് എന്ത് വരും? മീതൈൽ. മീതൈൽ എന്ന് എഴുതുന്നതിൻ്റെ കൂടെ ഒരു കാര്യം ആലോചിക്കുക, എത്രാമത്തെ കാർബണാറ്റത്തിലാണ് മീതൈൽ കിടക്കുന്നത്? രണ്ടാമത്തെ കാർബണാറ്റത്തിലാണ് മീതൈൽ കിടക്കുന്നത്. സോ 2 ആദ്യം എഴുതുക, ദെൻ ഒരു ഹൈഫൺ കൊടുക്കുക, ദെൻ മീതൈൽ എന്ന് എഴുതുക. സോ 2 ഹൈഫൺ മീതൈൽ. ഇനി നമ്മുടെ മെയിൻ ചെയിൻ എന്തെന്ന് നോക്കുക. മെയിൻ ചെയിൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മെയിൻ ചെയിനിൽ 1 2 3 4 5 കാർബണാറ്റാണ് ഉള്ളത്. 5 കാർബണാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പെൻറ്റ് വെച്ച് തുടങ്ങും നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. 1 ആണെങ്കിൽ മെത്ത്, 2 ഈത്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻറ്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്. ഇവിടെ 5 എണ്ണേ ഉള്ളതുകൊണ്ട് നമ്മൾ പെൻറ്റ് വെച്ച് തുടങ്ങും നമ്മൾ പറഞ്ഞു. ഇനി സിംഗിൾ ബോണ്ട് ആണല്ലേ? എല്ലായിടത്തും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വെച്ച് അവസാനിപ്പിക്കും? AN വെച്ച് അവസാനിപ്പിക്കും. സോ നമ്മുടെ കോമ്പൗണ്ട് 2 മീതൈൽ പെൻറ്റേൻ. ക്ലിയർ അല്ലേ? ഇതാണ് ഒരു ശാഖ മാത്രം വരുന്ന കോമ്പൗണ്ടിന് പേര് കൊടുക്കുന്ന രീതി. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ശാഖകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പേര് കൊടുക്കുന്ന രീതി മാറും. ഇപ്പോൾ ഒരു ശാഖ മാത്രമേ വരുന്നു എന്നുള്ളെങ്കിൽ ഇതാണ് നമ്മുടെ പരിപാടി. സോ 2 മീതൈൽ പെൻറ്റേൻ. ഇനി നമുക്ക് അതിലുള്ളത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സസൈസ് സെക്ഷനിൽ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ നിങ്ങൾക്കാവും. സോ താഴത്തെ ഫസ്റ്റ് കിടക്കുന്ന പേജ് നമ്പർ 10 കിടക്കുന്ന ഫസ്റ്റ് ഒരു കണക്ക് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കോമ്പൗണ്ട് ഇതാണ്. കോമ്പൗണ്ട് CH3 CH2 CH3 അല്ലേ? CH3. ഓക്കെ, ഇതിൽ ബ്രാഞ്ച് വരുന്ന CHൻ്റെ അവിടെ എന്ത് വരുന്നു? ഒരു CH3 വരുന്നു. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റൻ ആയിട്ട് കിടക്കുന്ന കോമ്പൗണ്ട് ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോലി അറിയാം, മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പ്രധാന ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ എങ്ങനെയൊക്കെ വരുമെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഒന്നെങ്കിൽ ഇതായിരിക്കും പ്രധാന ചെയിൻ. അപ്പോൾ അതിൽ കാർബണാറ്റത്തിൻ്റെ എണ്ണി നോക്കുക. 1 2 3 4 5 6. ഇതിൻ്റെ അകത്ത് 6 കാർബണാറ്റം ഉണ്ട് അല്ലേ? 6 കാർബണാറ്റം ഉണ്ട്. 6 കാർബണാറ്റം ഉണ്ട്. ഓക്കെ, 6 കാർബണാറ്റം ഉണ്ട്. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു മെയിൻ ചെയിനായിട്ട് എടുത്തുകൂടെ? ഓക്കെ, വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു മെയിൻ ചെയിനായിട്ട് എടുക്കാമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ഒരു മെയിൻ ചെയിനായിട്ട് എടുത്തുകൂടെ? അതും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അവിടെ എണ്ണി നോക്കി കഴിഞ്ഞാൽ 1 2 3 4 5 6 അങ്ങനെ എണ്ണി നോക്കുമ്പോൾ 6 കാർബണാറ്റം തന്നെയാണ് വരുന്നത്. വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ രണ്ടെണ്ണത്തിലും ഒരേ കാർബണാറ്റം തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സ്ട്രൈറ്റ് ചെയിൻ തന്നെ മെയിൻ ചെയിനായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ചെയിൻ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. നമ്മൾ മെയിൻ ചെയിനെ കണ്ടുപിടിച്ചു. നമ്മുടെ ഫസ്റ്റ് ജോലി കഴിഞ്ഞ് മെയിൻ ചെയിനെ കണ്ടുപിടിച്ചു. മെയിൻ ചെയിനെ കണ്ടുപിടിച്ച് നമ്മുടെ ജോലി അറിയാമല്ലോ, പേര് കൊടുക്കണം. 1 2 3 എന്നും പറഞ്ഞ് പേര് കൊടുക്കണം. എങ്ങനെ പേര് കൊടുക്കണം? ബ്രാഞ്ച് കിടക്കുന്ന കാർബണാറ്റത്തിന് ചെറിയ പേര് വരണം, അല്ലെങ്കിൽ ബ്രാഞ്ച് കിടക്കുന്ന ശാഖ കിടക്കുന്ന ഈ കാർബണാറ്റത്തിൻ്റെ നമ്പർ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. നമുക്കറിയാം, നമുക്ക് 2 രീതിക്ക് പേര് കൊടുക്കാം. ഒന്നുകിൽ ഇവിടെ നിന്ന് കൊടുക്കാം അല്ലേ? ഇവിടെ നിന്ന് കൊടുക്കുന്ന സമയത്ത് 1 2 3 4 5 6, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കാം 1 2 3 4 5 6. ഓക്കെ, ഇവിടെ നിന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് 5ാമത്തെ കാർബണാറ്റമാണ്. ഈ ചെയിൻ കിടക്കുന്ന ശാഖ കിടക്കുന്നത് 5ാമത്തെ കാർബണാറ്റമാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഇത് 2ാമത്തെ കാർബണാറ്റമാണ്. നമുക്കറിയാം, എപ്പോഴും ചെറിയ സംഖ്യ വേണം അല്ലെങ്കിൽ ചെറിയ നമ്പർ വേണം കാർബണാറ്റത്തിന് വരാൻ. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് പേര് കൊടുക്കൂടാ?
നമ്മൾ ഇങ്ങനെ വേണം പേര് കൊടുക്കാൻ. കാരണം ഇങ്ങനെ പേര് കൊടുക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്, കാർണാറ്റത്തിന് ചെറിയ നമ്പർ വരുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അറിയാം, പേര് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ബ്രാഞ്ച് ഏതെന്ന് നോക്കുക. CH3 നേരത്തെ നമ്മൾ CH3 തന്നെയാണ് ചെയ്തേക്കുന്നത്, ഇപ്പോഴും CH3 തന്നെ വന്നത്. CH3 വന്നാൽ അറിയാലോ, മീഥൈൽ അല്ലേ? മീഥൈൽ എന്ന് വേണം തുടങ്ങാൻ, മീഥൈൽ. ഇനി എത്രാമത്തേലാണ് മീഥൈൽ കിടക്കുന്ന? രണ്ടാമത്തേലാണ് മീഥൈൽ കിടക്കുന്നത്. സോ 2 മീഥൈൽ, രണ്ടാമത്തെ കാർണാറ്റത്തിനൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ 2 ഫ്രണ്ട് എഴുതുന്ന 2 മീഥൈൽ. ഇനി മെയിൻ ചെയിൻ്റെ പേര് എത്ര കാർണാറ്റം ഉണ്ടാ? 1 2 3 4 5 6 6 നമുക്കറിയാം. ഹെക്സ് വെച്ച് വേണം തുടങ്ങാം അല്ലേ? ഹെക്സ് 2 മീഥൈൽ ഹെക്സ് വന്നു. ഇനി നോക്കിയാൽ മതി, സിംഗിൾ ബോണ്ടാണോ, ഡബിൾ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ, ഒരു ബോണ്ടാണോ, രണ്ടാണോ, മൂന്നാണോ? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എല്ലാത്തിലും എത്ര ബോണ്ടേ ഉള്ളൂ? ഒറ്റ ബോണ്ടല്ലേ ഉള്ളൂ. സോ അവസാനം എന്ത് വെച്ച് അവസാനിപ്പിക്കും? AN വെച്ച് അവസാനിപ്പിക്കും. സോ കോമ്പൗണ്ടിൻ്റെ പേര് 2 മീഥൈൽ ഹെക്സേൻ. ഓക്കെ, ക്ലിയർ ആണേ? സംശയം ഉണ്ടോ? 2 മീഥൈൽ ഹെക്സേൻ ക്ലിയർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പേര് കൊടുക്കുന്ന രീതി. സോ ബാക്കി നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, നമുക്കത് വഴിയെ ചെയ്ത് വരാം. എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് തന്നെ പോവാം. ഓക്കെ.